മറ്റാരുണ്ട് LDF അല്ലാതെ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്, വയനാട് ദുരന്ത ഫണ്ടിൻ്റെ KPCC വരവും ചെലവും കൃത്യമായി വ്യക്തമാക്കുന്നതുവരെ ചോദ്യങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതിന് മാധ്യമപ്രവർത്തകരുടെ മേക്കിട്ട് കയറിയിട്ടോ അണികളായ ക്രിമിനലുകളെ വിട്ട് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചിട്ടോ കാര്യമില്ല. നേരത്തെ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. വയനാടിനു വേണ്ടി KPCC പിരിച്ച പണം എവിടെ? അന്ന് പറഞ്ഞു ബാങ്ക് അക്കൗണ്ടിലുണ്ട്. പിന്നെ പറഞ്ഞു അതിപ്പോൾ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. പിന്നെ എപ്പോഴാണ് വ്യക്തമാക്കുക? പിന്നീട് പറഞ്ഞു വീടിൻ്റെ പണി ആരംഭിച്ചു. മാധ്യമപ്രവർത്തകർ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടില്ലെന്ന് ബോധ്യമായി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. 2 ദിവസം മുമ്പ് KPCC പ്രസിഡന്റ് പറഞ്ഞു ഭൂമിക്ക് 5 കോടി രൂപയാണ് ചെലവായത്. ഇന്ന് അദ്ദേഹം പറയുന്നത് 3.68 ലക്ഷം കോടി രൂപയാണ് ചെലവായത്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എന്ന് മാത്രമല്ല, ഭൂമിക്കും ആപ്പിനും വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ വീട് നിർമ്മിക്കാനായി ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമെല്ലാം തീർന്നുപോയി. അത് ഇന്നലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് KC വേണുഗോപാലും ഇന്ന് KPCC പ്രസിഡന്റും അക്കാര്യം പറഞ്ഞു. പിരിച്ച പണം എവിടെ? അതിൻ്റെ വരവ് ചെലവ് കണക്ക് എന്താണ്? ഇനിയിപ്പോൾ വീണ്ടും ഫണ്ട് പിരിച്ചിട്ടാണോ KPCCയുടെ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരോട് നിങ്ങൾ വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുക? ഇപ്പോൾ വീട് നിർമ്മിക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടല്ലേ മേപ്പാടി പഞ്ചായത്തിൽ വീടിനു വേണ്ടിയുള്ള പ്ലാൻ, അപേക്ഷ എന്നിവ കൊടുക്കാതിരുന്നത്? അതായിരുന്നില്ലേ സത്യം? എന്തിന് വീട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള കള്ളം പറഞ്ഞത്? ഇപ്പോൾ വീട് നിർമ്മിക്കാനുള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോഴില്ല. ആ പണം എന്തു ചെയ്തു? ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ വയനാട്ടിൽ IC ബാലകൃഷ്ണൻ നിയമനത്തിനു വേണ്ടി കോഴ വാങ്ങിയവർക്കുള്ള പണം തിരിച്ചു കൊടുത്തത്? ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഇന്നിപ്പോൾ ഒരു ഉഡായിപ്പ് പാർട്ടിയാണ്. അത് ജനങ്ങൾക്കാകെ ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് വയനാട്ടിൽ KPCCയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ച് തരുമെന്ന് പ്രതീക്ഷിച്ച വീട് നഷ്ടപ്പെട്ട പാവങ്ങൾ, അവരോട് ഞങ്ങൾ പറയാം, ബാലറ്റിലൂടെ ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ. ഇത് ഏതാനും ചില വയനാട് ദുരന്തം മൂലം വീട് നഷ്ടപ്പെട്ടവരുടെ മാത്രം പ്രശ്നമല്ല. നേരത്തെ 2018 മഹാപ്രളയകാലത്ത് 1000 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഒരു വീട് നിർമ്മിച്ചു കൊടുത്തില്ല, പക്ഷെ പണം പിരിച്ചിട്ടുണ്ട്. ആ പണത്തിൻ്റെ കണക്കെവിടെ? ഇങ്ങനെ തുടർച്ചയായി കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയും വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ബോധ്യമായില്ലേ? ഈ പാർട്ടിയാണോ നാടിനെ രക്ഷിക്കാൻ പോകുന്നത്? ഈ പാർട്ടി നയിക്കുന്ന മുന്നണിയാണോ ഈ നാട്ടിൽ വികസനവും ക്ഷേമവും കൊണ്ടുവരാൻ പോകുന്നത്? ഈ ചോദ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം സംഘടനയിലെ തെരഞ്ഞെടുപ്പ് നടത്തിയ നേതാക്കളാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്.
കേരളത്തിലെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ മൊഴിയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത പരാതിയും അടിസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഒരു പ്രത്യേകത, 3 പ്രധാനപ്പെട്ട കുറ്റം ഇവരുടെ മേൽ ആരോപിച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമക്കൽ, വ്യാജരേഖ വഞ്ചനക്കായി ഉപയോഗപ്പെടുത്തൽ, വ്യാജരേഖ ഒറിജിനലാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ മൊബൈൽ ഫോണും മറ്റ് ഉപകരണങ്ങളും വിദഗ്ധ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടുന്ന തെളിവുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് ഉപയോഗിച്ച് തങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചവർ ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമം UDFിൻ്റെയും ലീഗിൻ്റെയും സ്വാധീന കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മാറുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇലക്ഷൻ അധികൃതർ കള്ളവോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി ചെയ്ത പ്രദേശങ്ങളിൽ ഇതിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ്സുകാരെ കണ്ടെത്തുകയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും വേണം. ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നാണ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നേരത്തെയുള്ള നമ്മുടെ അനുഭവം. അതുകൊണ്ട് അതിന്മേൽ കർശനമായ നടപടി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം.